ആണോ, എന്ത് പറ്റി അറിയത്തില്ല. ഓക്കെ. ഡയറക്റ്റ് TGA എല്ലാവരും ഈ ഒരു ഇതിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർ നേരെ വന്നു അവരുടെ ആ ഒരു സ്വീറ്റ് സ്പോട്ടിലോട്ട് അവർ വണ്ടി ഇട്ട് കയറി. ഓക്കെ, ജോസൂട്ടി കയറുകയാണ്. ജോസൂട്ടിനെ ആരും സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ജോസൂട്ടിന് ആരും സ്പോട്ട്. ജോസൂട്ടിക്ക് നല്ലൊരു ടാഗ് വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ടർഫായിരിക്കും ഇത്. നമുക്ക് നോക്കാം ഇന്ന്. അറ്റാക്കിംഗ് TGA ആൻഡ് ഡിഫെൻഡിങ് KVA. TGയുടെ വക ഒരു അഗ്രസീവ് പുഷ്. ടൈം ഒരുപാട് തന്നെ അവരുടെ കയ്യിൽ ബാക്കിയുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സോൺ ഷിഫ്റ്റ് ആയിട്ടാണ് TGA സോണിൻ്റെ അകത്ത് തന്നെ കയറിയത്. പക്ഷേ ഇപ്പോൾ ടർഫ് തുടങ്ങി ഉടനെ തന്നെ അവർ സോണിൻ്റെ അകത്തോട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു അഗ്രസീവ് പുഷ് TGA കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്നിവർ കളിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ഫുള്ളി എക്സിക്യൂട്ടഡ് ആയിട്ടാണ് TGA വന്നത്. യെസ്, കൊമ്പൻ ഇവിടുന്ന് മേലോട്ട് കയറാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, റോഡ് ലൂച്ചിക്ക് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ബുള്ളറ്റ് എത്തുന്നില്ല. റോബ് ജോസി മേലെ കയറുന്നു. ടാഗ് വരുന്നുണ്ട്. റോബ് ജോസി മേലെ കയറി. ജോസൂട്ടി തിരിച്ച് മേളിൽ കയറുന്നുണ്ട്. ജോസൂട്ടിന്റെ സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. ജോസൂട്ടിക്ക് ടാഗ് വന്നു. ജോസൂട്ടി അവിടുന്ന് പതുക്കെ ബാക്കറി കളിക്കാൻ തോന്നുന്നു. നല്ലൊരു സ്പ്രേ TGA കൊമ്പന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. കൊമ്പന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ജോസൂട്ടി ഇറങ്ങണേ. കളിക്കല്ലേ. ജോസൂട്ടി ചത്തേ. അടിച്ചു. അപ്പോൾ ജോസൂട്ടി മീഡിയമായിട്ടുണ്ട്. ഊക്കറിന്റെ വക നല്ല ഒരു അടിപൊളി തുടക്കമാണ് TGAക്ക് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഊക്കറിന്റെ വക അവരുടെ ജോസൂട്ടി ലീഡറാണ് കോലറാണ് ഇപ്പൊ? ആണോ? ആ, അപ്പൊ അവരുടെ കോലീഡറായ ജോസൂട്ടിനെ അവിടെ ഊക്കർ KVAക്ക് വേണ്ടി തീർത്തു കൊടുത്തിട്ടുണ്ട്. അത് വളരെ വളരെ ദാരുണമായ ഒരു അന്ത്യമായി പോയി ജോസൂട്ടിയുടെ. അതെ, ഊക്കർ പണ്ടത്തെ KVAയിലാണോ എന്ന് ഊക്കറിന് തെറ്റിദ്ധാരണ വന്നു എന്ന് തോന്നുന്നു. പാവം ഊക്കർ എന്നും പച്ചയുടെ പോവാന്ന് പറയുന്നത് പോലെ ഇന്ന് ഊക്കർ പച്ചയുടെ പോയായിരുന്നു. പാവണ അവനെ ഇന്ന് അറിയുമായിരുന്നു. ഇവിടുന്ന് പോയി വേണേ. ഇപ്പൊ കോമഡി അടിക്കാൻ പോണോ? വേണ്ടല്ലേ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KVA 13 പേരും TGA 10 പേരുമാണ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. KVAയിലെ 13ാമൻ അപരനായാണ് TGAയിൽ കളിക്കുന്നത്. തമാശക്ക് പറഞ്ഞാൽ അതെ, 13 ഇല്ലേ, 12 ഉള്ളേ. അതൊരു ഒരു ഫിഗർ ഓഫ് സ്പീച്ചിലെ കോമഡി പറഞ്ഞാൽ ആണോ? ഇത് ഞാൻ കാണിച്ചത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ KVA ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12 പ്ലേയേഴ്സും TGA ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12 പ്ലേയേഴ്സുമാണ്. പക്ഷേ ജോസൂട്ടി അൺഫോർച്ചുനേറ്റ്ലി മുതു സ്പ്രേ ഡെഡായിപ്പോയി. സ്വന്തം ടീമിൻ്റെ മീഡിയത്തിൽ ജോസൂട്ടി അങ്ങനെ ഡെഡായിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ വീഡിയോ ഓഫാക്കി ഇടണേ സെർവറില്. അപ്പൊ പുതിയതായി വന്ന ലോക്കറിന്റെ വാടക ഒന്ന് കുറയ്ക്കുവോ? കൂടുതലാ? ഒരു മാസത്തിലാണോ വാടക വരുന്നത്? സോൺ ഷിഫ്റ്റ്. ഓ മൈ ഗാഡ്, പുതിയൊരു സോണ് ആണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്.
കഴിഞ്ഞ തവണ ടി ജെ കളിച്ച അതേ ഒരു ഏരിയകളിലോട്ടാണ് ഈ തവണയും സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. സോ ടി ജെക്ക് നല്ല ഒരു സ്പോട്ട് തന്നെ അവർക്ക് കിട്ടുന്നതാണ്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ടി ജിയെ ഓൾറെഡി കെ വി എക്ക് അറിയാം ടി ജി എങ്ങോട്ടൊക്കെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. സോ ടി ജി എന്താണ് ചെയ്യാൻ പോകുന്നത്? കെ വി എ കഴിഞ്ഞ അതേ പ്ലാൻ തന്നെ, കഴിഞ്ഞ ടർഫിൽ അതേ പ്ലാൻ ടി ജി എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കെ വി അത് ഓൾറെഡി അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ കൗണ്ടർ ചെയ്യാൻ ഉള്ള ചാൻസ് വളരെ അധികമാണ്. സോ എന്താണ് ടി ജി ഈ തവണ പുതിയതായി ചെയ്യാൻ പോകുന്നത്? അവർക്ക് അവരുടെ IGL അല്ലെങ്കിൽ നയിക്കുന്ന ജോസൂട്ടിൻ്റെ മിസൈൽ അൾട്രോൺ. ഓക്കെ, അവരുടെ അതേ പഴയ സ്ട്രാറ്റജി, പഴയ ഇതിൽ തന്നെയാണ് അവർ ഇപ്പോഴും കളിക്കുന്നത്. അവരെല്ലാവരും ഈ ഒരു ബിൽഡിങ്സിലോട്ട് കയറിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ തവണ കളിച്ചതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നും ഒരു അഗ്രസീവ് പുഷ് തന്നെയാണ് അവർ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അഖിൽ ജോഡ് അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിലോട്ട് അവർ കയറിയിട്ടുണ്ട്. ബാക്ക് സ്റ്റാബ് വരാതിരിക്കാൻ വേണ്ടി ഊക്കർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓ, ഇവിടുന്ന് നല്ലൊരു സ്പ്രേ ഊക്കറിൻ്റെ വണ്ടിക്ക്. ഈജിയെ ഈ ഒരു ബിൽഡിങ്സ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ടി ജെ ചെയ്യാൻ പോകുന്നത്? ടി ജെ ഇപ്പോഴും ഈ ഒരു ബിൽഡിങ്ങിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ പ്ലെയേഴ്സും ഈ ഒരു ബിൽഡിങ്ങിലാണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഓക്കെ, അവർ ഇവിടുത്തെ അൾട്രോണ് ഹാർഡ് പുഷാണ്. അൾട്രോണ്, സ്പൈഡി ജോർഡ്, ലെഗസി എല്ലാവരും അവിടെ പോണ്ട്. ലെഗസിക്ക് സ്പൈഡി ജോർഡിനും അവിടെ സേവിയറെ സ്പൈഡി ജോർഡിനെ പിക്ക് ചെയ്തു. കൊച്ചു കുഞ്ഞ് ലെഗസിനെ പിക്ക് ചെയ്തു. അൾട്രോണിന് നല്ല ടാഗ് ചെയ്തിട്ടുണ്ട്. കേവഡ് 2 പ്ലേയേഴ്സ് ഡൗൺ ആണ്. അൾട്രോൺ ഡൗൺ. 3 പിക്കാണ് ടി ജിയെ തിരിച്ചെടുത്തിരിക്കുന്നത്. ഒരു ഹാർഡ് റഷാണ് അവിടെ നടന്നത്. ടി ജി കെ ബി എയുടെ 3 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. അത് ഒരു വല്ലാത്തൊരു പ്ലേ പോയി കെ ബിയുടെ സൈഡിൽ നിന്ന്. കെ വിയുടെ 3 പ്ലേയേഴ്സിനെ ടി ജിയെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറന്റ്ലി കെ വിക്ക് ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. കെ വിയുടെ 9 പേര് മാത്രമേ സോണിൻ്റെ അകത്തുള്ളൂ. അവരുടെ 12 പേരിൽ 3 പേര് ഡെഡ് ആയിരിക്കുകയാണ്. ടി ജിയുടെ 10 പ്ലേയേഴ്സ് സോണിൻ്റെ അകത്തുണ്ട്. ഓരോ 5 സെക്കൻഡും അവർക്ക് ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കെ വിക്ക്. സോ കെ വി എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ട് വരും എന്നുള്ളതിൽ കളി ഇരിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ അതിനുള്ളിൽ ബ്രോക്കൺ നല്ലൊരു ടാഗ്. ബ്രോക്കൺ തിരിച്ച് അകത്തോട്ട് കയറി. എന്താണ് ചെയ്യാൻ പോകുന്നത്? ടീച്ചർ 2 പ്ലേസ് ഈ ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്യാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും വീണ്ടും ഈ ഒരു ഏരിയയിലാണ്. കറന്റ്ലി കെ വിയുടെ ഉത്തരവാദിത്തമാണ് ഇത് പുഷ് ചെയ്യണം എന്നുള്ളത്. Bro, even Jockey Giri came back just to help the gang. Even when he came before a epic goal, all just to help the gang make it survive. യെസ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഴാം, കൊമ്പൻ, അതേപോലെ തന്നെ ടി ജിയുടെ ബാക്കി പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു സോൺ വേണ്ടിയിട്ടാണ് അവർ ഹോൾഡ് ചെയ്തത്. കെ വിയുടെ ഓരോ ഇൻഫ്ലുവൻസ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു ഹാർഡ് റഷ് ടി ജിയുടെ സൈഡിൽ നിന്ന് വന്ന സമയത്ത് കെ വിക്ക് ഒരു ട്രേഡ് എടുക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വലിയ ഒരു ഇതായിപ്പോയത്. അവർക്ക് ആ ഒരു ട്രേഡ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി അവർക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റിയേനെ.
ആണ് ടർഫ് ടി വി എന്തോ ലാക്കിയുടെ അണ്ണം നോക്കും. യെസ്, എന്താണ് ചെയ്യാൻ പോകുന്നത്? ടി ജെ കൊച്ചുകുഞ്ഞ് ഓ അതോ കാർപ്പറ്റ് ഇട്ടേക്കുന്നവനെ ഞങ്ങളൊന്ന് പീക്ക് ചെയ്യും. ആ ടൈമിൽ മറ്റോമാരെ തല വെക്കുമ്പോൾ യുവമാർ അടിച്ചോളേ. എനിക്കൊന്ന് റാവുമോറാന്ന് തോന്നുന്നു അവരുടെ IGL. നമുക്ക് കളി കണ്ടു നോക്കാം. ഒരുപാട് തരുന്നതിൻ്റെ അവരുടെ സ്ട്രാറ്റജീസ് വെളിയിൽ പോകണ്ട. കിക്കിൽ ഒന്നാമതേ ഡിലേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആംഗിൾ ഹോൾഡ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവേണ്ട. അതെ ബ്രോ, ഇപ്പോൾ ഈ ടർഫ് ആരാണ് റീഡിങ്? എനിക്ക് നെറ്റ് ഇഷ്ടമാണ്. 3 പ്ലേയേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് KBക്ക്. അതേപോലെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ TG ആണ് ഇപ്പോൾ കറൻ്റ്ലി അവരുടെ ഒരു പ്ലെയർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് അവർക്ക് 11 എലൈവ് ഉണ്ട്, KBക്ക് 9 എലൈവേ ഉള്ളൂ. തിരിച്ച് ഒരു പ്ലെയർ നഷ്ടപ്പെട്ടപ്പോഴും അതും സ്വന്തമായിട്ടാണ് നഷ്ടപ്പെട്ടത് കേട്ടോ. സ്വന്തം പ്ലെയറിൻ്റെ വീഡിയോ വഴിയാണ് TJക്ക് ഒരു പ്ലെയർ നഷ്ടപ്പെട്ടത്. എന്നിട്ടും ഒരു അഗ്രസീവ് പുഷിൽ നിന്ന് 3 പിക്ക് TJക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരുന്നതെന്നിരിക്കും ഈ ഒരു കളിയുടെ ഗതി. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിറ്റ്മാൻ, മൈക്കി, തലപതി, അതേപോലെ തന്നെ മൊയ്തീൻ, ഇക്രു എല്ലാവരും ഇവിടെ. ടർഫ് തുടങ്ങിയ സമയത്ത് ഇവന്മാർ എവിടെ ആയിരുന്നു? അപ്പം വന്നില്ലായിരുന്നു. അപ്പം ഓക്കെ, അവരെല്ലാവരും അവിടുന്ന് ഒരു ഫോൾ ബാക്ക് ചെയ്ത് ഹാർഡ് റഷനാണുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. അടുത്തൊരു സോൺ ഷിഫ്റ്റാണ് അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരാൻ പോകുന്നത്? TJക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുമോ അതോ KBക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അടുത്തൊരു സോൺ ഷിഫ്റ്റ് എവിടെ വരും, എങ്ങനെ വരും? ഊക്കറിൻ്റെ വക ഒരു ചെക്കിങ്. അവിടെ വണ്ടി കണ്ട് റിട്ടേൺ ആയിട്ടുണ്ട്. പഴയ IGL ഉണ്ടായിരുന്നുണ്ടോ പാപ്പാന്നോ? ഒരു 100 kg 1 CR per month is equal to 1 month 28 days only. ഓക്കെ, കൊമ്പാൻ ഇവിടുന്ന് നല്ലൊരു സ്പ്രേ KBയുടെ വണ്ടീനെ. KBയുടെ എല്ലാവരും കൂടെ ഈ ഒരു ഏരിയയിലോട്ട് വന്ന് അവർ ഇറങ്ങിയിട്ടുണ്ട്. അവർ സോണിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. ഓക്കെ, KB, ഇക്രു ആൻഡ് മൊയ്തീൻ കോയ ഇപ്പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരെ ഇവിടുന്ന് TJയെ പുഷ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു വല്ലാത്തൊരു റോങ് മൂവ് ആയെന്ന് ഡൗട്ടുണ്ട് എനിക്ക്. അഖിൽ ജോഡ് KB ഇക്രുവിനെ പിക്ക് ഓഫ് ചെയ്തു. അഖിൽ ജോഡ് KBയെ വിടാം. ലിറ്റിൽ ഫെഡിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലെക്സർ TJ ബ്രോക്കറെ പിക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചുകുഞ്ഞ് ഫ്ലെക്സറിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സോൺ ഔട്ട് ഫയറിങ് ഒഴിവാക്കണേ. വിടാൻ മേളിൽ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. അവരാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. അടി വരുന്നത് അവരെല്ലാം സോണിൻ്റെ അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ ആൻഡ് ബ്രോക്കൺ. ഹിറ്റ്മാൻ തറയിലോട്ട് വീണു, വീഴാൻ അകത്തോട്ട് വീണു. മൈക്കി വെളിയിൽ കൂടെ ഓടിക്കളിക്കുന്നു. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നേ? അകത്തു ബാക്കിൽ നിന്നും TJ കയറി ഒരു ഹാർഡ് റഷ്. തലപതി എന്നെ പിക്ക് ഓഫ് ചെയ്തിരുന്നു. പക്ഷേ KBയെ അടുത്തൊരു സോണിന് വെയിറ്റ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഈ കളി അവർക്ക് കിട്ടേണ്ടതാണ്. ബട്ട് ആ ഒരു സോണിന് അവർ വെയിറ്റ് ചെയ്യാതെ ഈ ഒരു കളി മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി TJക്ക് കഴിഞ്ഞില്ല. 2 പേരെ ലൈവ് ഉണ്ടല്ലോ. സോണിൽ കാണിച്ചാൽ എനിക്ക് ആണോ? 0 അല്ലേ? യെസ്, ചത്തുപോയത് 0 ആണ്. കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പം എൻ്റെ അടിച്ചേക്ക്. ചേംബർ ഹിൽസ് സ്റ്റോപ്പ് വാർ വേറെ ആരുമില്ലല്ലോ, ഉറപ്പല്ലേ? യെസ് ഗായ്സ്, അപ്പോൾ KBയുടെ കയ്യിൽ ഇരുന്ന ആ ഒരു കളി അവർ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സോണാണ് വന്നിരുന്നത്. TGയെ ആ ഒരു സോണിൻ്റെ അകത്തോട്ട് വരണമായിരുന്നു. ബട്ട് ആ ഒരു ഹാർഡ് റഷിൽ KBക്ക് മൊത്തത്തിൽ ആ ഒരു കളി TJക്ക് കൊടുത്തിരിക്കുകയാണ്. വെൽ പ്ലേഡ് ബോത്ത് ടീംസ്. 2 പേരും നല്ലപോലെ കളിച്ചു. TJയെ ആ ഒരു പുഷ് അവർ നല്ല രീതിയിൽ അത് കൗണ്ടർ ചെയ്ത് അവരും കളിച്ചിട്ടുണ്ട്. വെൽ പ്ലേഡ്. എൻ്റെ 3K പോയിന്റ്സ് പോയി. സോൺ ഔട്ട് ഫയർ ഉണ്ടോ? ദൈവത്തിന് അറിയാം ബ്രോ. ഞാൻ അവനെ മുമ്പിച്ചിട്ട് പോയി എന്നല്ല പറഞ്ഞത്. ഹീ ഡിഡ്ന്റ്